ലേവ്യ പുസ്തകം 27 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവൻ ആകേണം. 20 വയസ്സു മുതൽ 60 വയസ്സ് വരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് 50 ശേക്കെൽ വെള്ളിയായിരിക്കണം. പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് 30 ശേക്കെൽ ആയിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയെങ്കിലും നിന്റെ മതിപ്പ് ആണിന് 20 ശേക്കെലും പെണ്ണിന് 10 ശേക്കെലും ആയിരിക്കണം. 1 മാസം മുതൽ 5 വയസ്സ് വരെയുള്ളതായാൽ നിന്റെ മതിപ്പ് ആണിന് 5 ശേക്കെൽ വെള്ളിയും പെണ്ണിന് 3 ശേക്കെൽ വെള്ളിയും ആയിരിക്കണം. 60 വയസ്സ് മുതൽ മേലോട്ടെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 15 ശേക്കെലും പെണ്ണിന് 10 ശേക്കെലും ആയിരിക്കണം. നിന്റെ മതിപ്പ് പോലെ കൊടുപ്പാൻ കഴിയാതവണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന് മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തേണം. പുരോഹിതൻ അവനെ മതിക്കേണം. നേർന്നവന്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കേണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗമാകുന്നു എങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം. തീ അതിനു പകരം നല്ലത്, നല്ലതിനു പകരം തീയത്, തീയതിനു പകരം നല്ലത്, നല്ലതിനു പകരം തീയത്, ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത്. മൃഗത്തിന് മൃഗത്തെ വെച്ചു മാറുന്നു എങ്കിൽ അത് വെച്ചുമാറിയതും വിശുദ്ധവുമായിരിക്കണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതന് മുമ്പാകെ നിർത്തേണം. അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ മതിക്കേണം. പുരോഹിതനായ നീ അതിനെ മതിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം. അതിനെ വീണ്ടെടുക്കുന്നു എങ്കിൽ നീ മതിച്ച തുകയോട് 5 കൂട്ടേണം. ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കേണം. പുരോഹിതൻ മതിക്കുന്നത് പോലെ തന്നെ അത് ഇരിക്കണം. തൻ്റെ വീട് വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 5 അതിനോട് കൂട്ടേണം. എന്നാൽ അത് അവനുള്ളതാകും. ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിൻ്റെ വിത്തുപാടിന് ഒത്തവണ്ണം ആയിരിക്കണം. 1 ഹോമേർ യവം വിതയ്ക്കുന്ന നിലത്തിന് 50 ശേക്കെൽ വെള്ളി മതിക്കണം. യോബേൽ സംവത്സരം മുതൽ അവൻ തൻ്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൻ്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം പുരോഹിതൻ അതിൻ്റെ വില കണക്കാക്കണം. അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം. നിലം വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 5 അതിനോട് കൂട്ടേണം. എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും. അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ. ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ശപഥാർപ്പിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതിൻ്റെ അനുഭവം പുരോഹിതന് ഇരിക്കണം. തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാത്ത സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ മതിപ്പുമില്ല കണക്കാക്കണം. നിന്റെ മതിപ്പുവില അവൻ അന്ന് തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം. ആ നിലം മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരേണം. നിന്റെ മതിപ്പൊക്കെയും ശേക്കേലിന് 20 കേരാ വെച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആയിരിക്കണം. കടിഞ്ഞൂൽ പിറവിയാൽ യഹോവയ്ക്കുള്ളതായ മൃഗങ്ങളെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത്. മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു. അത് അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ മതിപ്പ് വിലയും അതിൻ്റെ 5 കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം. എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ, മൃഗം, അവകാശ നിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും
വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ. ശപഥാർപ്പിതം ഒക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 1/10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതിനോ തീയതോ എന്ന് ശോധന ചെയ്യരുത്. വെച്ചുമാറുകയും അരുത്. വെച്ചുമാറുന്നു എങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ. ഇങ്ങനെ 27-ാം അധ്യായം അവസാനിക്കുന്നു. ലേവ്യ പുസ്തകം അവസാനിച്ചു.